പാനൂരിൽ സംഘർഷത്തിന് തുടക്കമിട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന്. കയ്യിൽ വടിവാളുമായി എത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലേറ് നടത്തുന്നതും ദൃശ്യങ്ങളിൽ. സന്തോഷ് ഉണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സന്തോഷ, അക്രമം നടത്തുന്നതിന് മുൻകൈയെടുത്തത് മുസ്ലിം ലീഗ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം പുറത്തേക്കെത്തുന്നത്. തീർച്ചയായും ഇന്നലെ പാനൂരിൽ പാറാടിൽ ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഈ സംഘർഷത്തിന് മേഖലയിൽ തുടക്കമിട്ടത് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ പാനൂർ നഗരസഭയിൽ ഈ UDF വിജയിച്ചതിന് പിന്നാലെ പല സ്ഥലത്തും ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്നലെ ആദ്യം ഈ ഒരു സംഘർഷം ഉണ്ടായത് 5-ാം വാർഡിൽ പരാജയപ്പെട്ട LDF സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ പടക്കമെറിഞ്ഞതാണ്. അതിനുശേഷം ഈ LDF ജയിച്ച വാർഡിൽ LDF പ്രവർത്തകർ ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് നേരെ കുപ്പികളും സോഡാ കുപ്പികളും കല്ലുകളും വലിച്ചെറിയുകയും അവിടെ വലിയ രീതിയിലുള്ള അക്രമം നടത്തുകയും ചെയ്തു. ഈ കല്ലേറ് നടത്തുന്നതിന്റെയും അതോടൊപ്പം തന്നെ വടിവാളും കൈകളിലേന്തി പ്രകടനം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വ്യാപകമായി ലീഗ് പ്രവർത്തകർ കല്ലേറ് നടത്തുന്ന CPIM പ്രവർത്തകർക്ക് നേരെയും വീടുകൾക്ക് നേരെയും എല്ലാം തന്നെ കല്ലേറ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഈ പ്രകടനം നടത്തുമ്പോൾ കയ്യിൽ വടിവാളുവേന്തി ലീഗ് പ്രവർത്തകർ പ്രകടനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സംഘർഷത്തിന് തന്നെയാണ് അവിടെ ഈ മുസ്ലിം ലീഗ് ശ്രമിച്ചത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ പുറത്തു വന്ന മറ്റു മാധ്യമങ്ങളെല്ലാം പലതും പുറത്തുവിട്ടത് അവിടെ CPM സംഘർഷം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ അതിന്റെ മാത്രം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് അവിടെ സംഘർഷത്തിന് തുടക്കമിട്ടത് മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. ഈ പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ കല്ലേറും അതോടൊപ്പം തന്നെ കുപ്പിയേറും മാത്രമല്ല CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ പടക്കമേറ് ആക്രമണം തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. തീർച്ചയായും സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പുറത്തു വന്ന ഈ പാനൂരിലെ സംഘർഷം വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിലടക്കം ചർച്ചാ വിഷയമായിരുന്നു. LDF ആണ് അക്രമം അഴിച്ചുവിട്ടത് എന്ന തരത്തിലായിരുന്നു വാർത്തകളടക്കം പുറത്തു വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് പാനൂരിൽ നടന്നത് എന്ന് വ്യക്തമാവുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ. തീർച്ചയായും അതുതന്നെയാണ് ഇന്നലെയെല്ലാം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ. അതിനകത്ത് CPIM പ്രവർത്തകർ ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ആ രീതിയിലുള്ള വ്യാപകമായ പ്രചരണവുമാണ് മുഖ്യധാര മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഉൾപ്പെടെ നടന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു ഭാഗം CPIMനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും എല്ലാം തന്നെ പ്രചരിച്ചത്. അതേസമയം തന്നെ ഈ ദൃശ്യങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ ഈ രീതിയിൽ പുറത്തുവിടാനോ അല്ലെങ്കിൽ അതൊരു സംഘർഷത്തിന് തുടക്കമിട്ടത് മുസ്ലിം ലീഗ് ആണ് എന്നുള്ള രീതിയിൽ വസ്തുത പുറത്ത് അറിയിക്കാനോ പല മാധ്യമങ്ങളും തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വ്യാപകമായി അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നുണ്ട്. വളരെ ഭീകരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ സംഘർഷം അഴിച്ചുവിടുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഇന്നലെ വന്ന ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ ഈ രീതിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ സംഘർഷം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ലീഗ് ഈ ഒരു മേഖലയിൽ അവിടെ ഉള്ള ഈ പരാജയപ്പെട്ട LDF സ്ഥാനാർത്ഥിയെ ആക്രമിക്കുക, അതോടൊപ്പം തന്നെ LDF വിജയിച്ച സ്ഥലങ്ങളിൽ LDF ആഹ്ലാദ പ്രകടനത്തിന് നേരെ വലിയ രീതിയിലുള്ള കല്ലേറ് നടത്തുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതാണ് അവിടെ സംഘർഷത്തിന് ഇടയാക്കിയതും. പൊതുവെ പാനൂർ പോലുള്ള ഒരു പ്രദേശം അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ സമാധാന അന്തരീക്ഷം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയ്ക്ക് മുസ്ലിം ലീഗ് തുടക്കമിട്ടിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഇപ്പൊ CPI പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് ഈ രീതിയിൽ ഏകപക്ഷീയമായ ഒരു ആക്രമണം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴുള്ള സ്വാഭാവികമായ പ്രതിരോധം അവിടെ പാർട്ടി തീർത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് CPIM പ്രവർത്തകരും പറയുന്നത്. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വരികയും ഏകപക്ഷീയമായി CPIMനെതിരെ വാർത്ത ചമക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെയുള്ള പ്രവർത്തകരും പറയുന്നത്. ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.